അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2 ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ വാട്സപ്പിലൂടെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പല ക്യാപ്ഷനും കൊടുത്തിട്ട് പല ആളുകളും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ അറിയാതെ ഷെയർ ചെയ്യാണ്, ചില ആളുകൾ അന്വേഷിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാണ്, ചില ആളുകൾ ഇത് APK പ്രശ്നം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ അത് ഫൗണ്ടേഷൻ എന്നൊക്കെ എഴുതിയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയാതെ പലരും ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ദുഷ്പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ കണ്ടതുപോലെയുള്ള രംഗങ്ങളൊക്കെ അപലപനീയമാണ്. ഇത് കേരളത്തിൽ നടന്ന സംഭവമല്ല, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്വേഷിച്ചപ്പോൾ ഇത് ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിലെ ഒരു പ്രസിദ്ധമായ പള്ളിയിൽ നടന്ന സംഭവമാണ്. നിലവിൽ ആ പള്ളി കേസിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവിടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആ പള്ളിയുടെ അവകാശം ഉന്നയിക്കുന്ന 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമല്ല. എന്തു തന്നെ ആയാലും ഇതിൽ കാണുന്ന ഈ രംഗങ്ങൾ വളരെ ഖേദകരമാണ്. മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന വളരെ മോശമായ രംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇത് കേരളത്തിലാണ് അല്ലെങ്കിൽ സുന്നികൾ തമ്മിൽ 2 സംഘടനകൾ തമ്മിൽ എന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്. അപ്പോൾ ഇതൊരു വീഡിയോ ഇങ്ങനെ ഇവിടെ ചെയ്തിടാൻ കാരണം, ഇതിനി ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ആൾക്ക് മറന്നു പോകും. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ചില ആളുകൾ ഇതുപോലെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം ആർക്കും അറിയില്ല. അപ്പോൾ അത് APK പ്രശ്നം, അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ കോഴിക്കോടത്തെ പ്രശ്നം, അല്ലെങ്കിൽ മലപ്പുറത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ പഴയ വീഡിയോകളും ഒക്കെ നമുക്ക് കാണാം. ഇന്നും ഇങ്ങനെ പലരും ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് ആ തെറ്റിദ്ധാരണ നീക്കി കൊടുക്കാൻ ഇത് ഇവിടെ ചെയ്തു വെച്ചാൽ ഉപകരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.